പയ്യന്നൂർ കോറോമിൽ കള്ളവോട്ട് ചെയ്തത് CPIM ബ്രാഞ്ച് സെക്രട്ടറിയുടെ പിന്തുണയോടെയെന്ന് UDF. വോട്ടറെ കൊണ്ട് ബ്രാഞ്ച് സെക്രട്ടറി കമ്പാനിയൽ ഫോമിൽ ഒപ്പിട്ട് വാങ്ങിയെന്ന് UDF സ്ഥാനാർത്ഥിയുടെ ഏജന്റ് BM ജമാൽ ആരോപിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്ത കാര്യങ്ങൾ CPIM വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതിന് ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുകയാണെന്നും UDF ആരോപിച്ചു. പയ്യന്നൂരിൽപ്പെട്ട കോറം വില്ലേജിലെ ഒരു ബൂത്താണ്, ബൂത്ത് നമ്പർ 54 ആണ്. അവിടെ നടന്നിരിക്കുന്നത് ഈ വീട്ടിലെ വോട്ട് 92 വയസ്സുകാരിയാണ്. അവരുടെ വോട്ട് പോളിംഗ് ഒഫീഷ്യൽസിൻ്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ് എന്ന് പറയുന്ന ആളെ, VV സുരേഷ് എന്ന് പറയുന്ന ആളെ രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. വളരെ നിർബന്ധപൂർവ്വം ആ കമ്പാനിയൻ ഫോമിൽ ഈ സ്ത്രീയെ കൊണ്ട് ഒപ്പിടുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ കമ്പാനിയനായി ഒപ്പിടുകയും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. സ്ഥിരമായിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായിട്ട് ഇവർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് വീട്ടിലെ വോട്ട് തട്ടിപ്പിലൂടെ സ്വന്തം അവർക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സിസ്റ്റം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു. അരുൺ പാറക്കൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഈ വീട്ടിലെ വോട്ട് എന്നുള്ളതിൽ ക്രമക്കേടെന്നത് നമ്മുടെ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിൽ നിന്നും ആരോപണം വരുന്നുണ്ട്. പയ്യന്നൂർ കോറോമിൽ എന്താണ് UDF പറയുന്നത്? ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് CPIM ആണോ? അനുജ, പയ്യന്നൂർ കല്ലാശ്ശേരി മേഖലകളിൽ വീട്ടിലെ വോട്ടിൽ ക്രമക്കേട് വ്യാപകമായി നടക്കുന്നു, പരാതികൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 19-ാം തീയതിയാണ് ഈ പയ്യന്നൂർ കോറോമിലെ 54-ാം നമ്പർ ബൂത്തിൽ ഉൾപ്പെട്ട 92-കാരൻ മാധവൻ വെളിച്ചപ്പാടിൻ്റെ വോട്ട് CPIM ബ്രാഞ്ച് സെക്രട്ടറി ചെയ്തെന്നൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. 92-കാരനായ മാധവൻ വെളിച്ചപ്പാട് ഈ സമയം വീട്ടിൽ തനിച്ചായിരുന്നു. കമ്പാനിയൻ ഫോമിൽ ബ്രാഞ്ച് സെക്രട്ടറി എത്തി ഒപ്പിട്ട് വാങ്ങി. തുടർന്ന് അദ്ദേഹം വോട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീട്ടുകാർ എത്തി അന്വേഷിച്ചപ്പോഴാണ് ഫോമിൽ ഒപ്പിട്ട് വാങ്ങി, പക്ഷേ തനിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാധവൻ വെളിച്ചപ്പാട് വീട്ടുകാരോട് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഒപ്പിട്ട് വാങ്ങിയത് സഹായിക്ക് വോട്ട് ചെയ്യാനുള്ള അപേക്ഷയിലാണ്. ആ സഹായിയായി എത്തിയത് CPIMന്റെ ബ്രാഞ്ച് സെക്രട്ടറി VV സുരേഷ് ആണെന്ന കാര്യം വീട്ടുകാർക്ക് മനസ്സിലായത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം വരണാധികാരി ജില്ലാ കളക്ടർ K ഇമ്പശേഖർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറോട് വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തായാലും നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഇത്തരത്തിൽ കള്ളവോട്ടോ അല്ലെങ്കിൽ വോട്ടിംഗിൽ എന്തെങ്കിലും രീതിയിലുള്ള തിരിമറിയോ നടത്തിയെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് കല്യാശ്ശേരിയിലെ വോട്ടിംഗിന്റെ പശ്ചാത്തലത്തിൽ കളക്ടർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നിരുന്നാലും തുടർച്ചയായ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കള്ളവോട്ട് തുടർന്ന് വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നടപടിയിലേക്ക് കടക്കുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അനുജ, പയ്യന്നൂർ കോറോമിലും വീട്ടിലെ വോട്ടിൽ ക്രമക്കേടെന്ന പരാതി ഉയർന്നു. നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് അരുൺ പാറക്കൽ നൽകുന്നത്.